മഴയ്ക്കൊന്നും ഒരു ആശ്വാസം കാണുന്നില്ലല്ലോ. മഴ എല്ലായിടത്തും നിവർത്തടിച്ച് പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ ഇന്ന് കുറഞ്ഞു എന്നാണ് എല്ലാവരും ഓർത്തത്. പക്ഷേ കാലത്തെ അന്തരീക്ഷം കണ്ടാൽ കുറഞ്ഞു തോന്നും. സന്ധ്യയായപ്പോഴത്തേന് വീണ്ടും പഴയതിനേക്കാൾ വളരെ ശക്തമായ രീതിയിലാണ് മഴ പെയ്യാൻ പോകുന്നത്. എങ്ങനെയായിത്തീരും, എന്തായിത്തീരും ആർക്കറിയാം. മനുഷ്യനിലാകപ്പാടെ ദുരിതത്തിനും കഷ്ടത്തിലുമാണ്. ജീവിതം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനെ മനുഷ്യനറിയില്ല. 2018 ജലപ്രളയം വന്നപ്പം സർക്കാർ എല്ലാവർക്കും സൗജന്യ റേഷനും കിറ്റുമൊക്കെ നൽകിയിരുന്നു. ഇപ്പം കൊടുക്കുകയോ ഇല്ലയോ എന്ന് ആർക്കറിയാം. സാധാരണക്കാർക്ക് എന്തെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അവരുടെ ജീവിതം മുമ്പോട്ട് പോയേനെ. ഒരുപാട് ആളുകൾ കഷ്ടതയിലും പട്ടിണിയിലുമാണ്. കേരളത്തിലെ സ്ഥിതി അറിയത്തില്ലേ. ഒരാഴ്ച മഴ നിന്നാൽ കേരളത്തിലെ ജനമെല്ലാം പട്ടിണിയില്ല. കേരളത്തിൻ്റെ സ്ഥിതി അത് തന്നെയാണ്. കാരണം മനുഷ്യന് അന്നന്ന് കിട്ടുന്നത് ദൂർത്തടിക്കുന്നു, ചെലവഴിക്കുന്ന നാളത്തെക്കുറിച്ചൊരു പ്രതീക്ഷയില്ല, ഒരു നീക്കിയിരിപ്പില്ല. വന്നു പോയെന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ്. എന്തൊരു പരിഹാരം ഉണ്ടാകണം. ശക്തമായ കാറ്റ് വീശി തുടങ്ങിയിട്ടുണ്ട് എല്ലായിടത്തും. കാറ്റിവിടെ വന്നാൽ പിന്നെ പറയണം. വൈദ്യുതി നിലയ്ക്കാതിരുന്നാൽ മതി. പുറമേ പോയവരൊക്കെ നേരത്തെ തന്നെ അവരവരുടെ വീട്ടിലേക്ക് ഉണങ്ങി ചെല്ലണം. ഈ മലയിടിച്ചിൽ ഉൾപ്പെടലുകളും വെള്ളപ്പൊക്കമൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എവിടേക്കാണ് വെള്ളം പോകുന്നത്, കരകവിയുന്നത്. റോഡുകളൊക്കെ പലയിടത്തും ബ്ലോക്കാണ്. വഴിയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് തിരിച്ച് എല്ലാം വരുന്നത് പറയാൻ പറ്റത്തില്ല. പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളെല്ലാം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. 2018 വെള്ളം കയറാത്ത സ്ഥലത്തൊക്കെ 2026 വെള്ളം കയറി. അപ്പോൾ മഴയുടെ കഠിനത നമ്മൾ എത്ര വലുതായി നമ്മൾ കണക്കൂട്ടി വയ്ക്കണം. 2026 മുമ്പ് വെള്ളം കയറാത്ത എല്ലാ സ്ഥലങ്ങളിലും വെള്ളം കയറി അവിടെ എല്ലാം മുങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും കൂടുതൽ എന്താ? കടകൾക്ക് നഷ്ടം. നമ്മുടെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാകുന്നു. ഒരുപാട് കടകൾ വെള്ളം കയറുന്നു. ഒരുപാട് തെങ്ങുകളൊക്കെ ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്നതുകൊണ്ട് കാറ്റടിക്കുമ്പോൾ പേടിയാണ്. കാരണം ഇതൊക്കെ എങ്ങോട്ടേലും മറിഞ്ഞു വീണാൽ എന്ത് ചെയ്യും? എന്നാ ഉയരത്തിലാണ് തെങ്ങുകളൊക്കെ നിൽക്കുന്ന നോക്കി. കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് വീഴത്തക്ക പോലെ പല തെങ്ങുകളും നിൽക്കുന്നു. അത് റോഡിൻ്റെ സൈഡിലാണ്. വഴിയാത്രക്കാർക്കും അതുപോലെ വാഹനത്തിലൊക്കെ എത്ര അപകടമാണ്. സ്കൂൾ കുട്ടികളൊക്കെ പോകുന്ന വഴിയാണ്. ഈ തെങ്ങുകളിങ്ങനെ ഭയങ്കരമായിട്ട് വളർന്നു നിന്നാൽ അപകടം. ഇതൊക്കെ മുറിച്ചു മാറ്റേണ്ട സമയം കഴിഞ്ഞു. പണ്ടൊക്കെ മഴ വരുമ്പം ഒരു വാഴയിലയോ ഒരു ചേമ്പിൻ്റെ ഇലയോ ഒരു പാളം മുറിച്ചതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മഴ കൊള്ളാതെ വീട്ടിൽ വരാമായിരുന്നു. അത്രയൊക്കെയുള്ള മഴയുള്ളായിരുന്നു. കാലം മാറി വന്നപ്പം പുതിയ മാറ്റം വന്നപ്പോഴേ ഇപ്പം പാളയം പറ്റത്തില്ല, ചേമ്പലയും പറ്റത്തില്ല, വാഴയിലയും പറ്റത്തില്ല, കുട പോലും പറ്റില്ല. കുട ഇപ്പം പറന്നു പോകും. ആ സൈസ് മഴയാണ് പെയ്യുന്നത്. എല്ലാം മാറ്റമാണ്. സത്യവേദ പുസ്തകം പറയുന്ന മനുഷ്യൻ്റെ ആയുസ് 70, ഏറെയായാൽ 80 എന്നാണ്. ചിലപ്പോൾ അതിൽ കൂടുതൽ മുന്നോട്ട് പോകും. പക്ഷേ ലഭിക്കുന്ന സമയത്തിനുള്ളിൽ എന്തെല്ലാം കഷ്ടങ്ങൾ, എന്തെല്ലാം ശോധനകൾ സഹിച്ചാലാ ഈ ലോകത്ത് മാറിപ്പോകാൻ പറ്റുന്നത്, ഈ കൂടാരം വിട്ടൊഴിയാൻ പറ്റുന്നത്. എന്തായാലും എല്ലാം സഹിച്ചേ പറ്റുള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നമുക്കെല്ലാം ഒന്നിച്ച് പ്രാർത്ഥിക്കാം ഒരു ആശ്വാസത്തിന് വേണ്ടി.